ഒരു പെൺകുട്ടി ജനിച്ചാൽ, രണ്ടാമതൊന്നുകൂടി ജനിച്ചാൽ, മൂന്നാമതൊന്നുകൂടി ജനിച്ചാൽ, 3 പെൺമക്കളെ വളർത്തിയിട്ട് തർബിയത്ത് കൊടുത്ത് തസ്കിയത്ത് കൊടുത്ത് അവരെ വേണ്ട നിലയിൽ ഇൽമു കൊടുത്ത് അവരെ കല്യാണം കഴിപ്പിച്ചയച്ചാൽ സ്വർഗം അവന് ഉറപ്പാണ് എന്ന് ഇന്നേ വരെ കളവ് പറയാത്ത ആമിനയുടെ പൊന്നുമോന് ഖദീജയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഫാത്തിമയുടെ പ്രിയപ്പെട്ട പിതാവ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിച്ചത്. ചോദിച്ചു, 2 പെൺമക്കളാണെങ്കിലോ കിട്ടുവോടോ നിനക്ക് സ്വർഗം? അപ്പൊ സരസിന്റെ ഏറ്റവും പുറകിൽ നിന്ന് ഒരു പെൺകുട്ടി മാത്രമുള്ള സഹാബി എണീറ്റ് ചോദിച്ചു, നബിയെ ഒരെണ്ണമാണെങ്കിലോ കിട്ടുമോനെ നിനക്ക് സ്വർഗം? അതാണ് പറഞ്ഞത്, പെൺകുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് വേണ്ട തർബിയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നരകത്തിന്റെയും നിങ്ങളുടെ ഇടയിലുള്ള വലിയൊരു മറയാണിത്. അല്ലാതെ പോണതുപോലെ പോട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മക്കള് സ്കൂളിൽ പോകുമ്പോ ഹിജാബും ഇട്ട് പർദയും ഇട്ട് പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോ ഈ സാധനങ്ങൾ നേരെ ക്യാമ്പസിലേക്ക് കടന്നു ചെന്നാൽ പർദ ഊരി നേരെ ബാഗിനകത്തോട്ട് അങ്ങോട്ട് കയറ്റുകയാണ്. ഈ ഹിജാബ് ഊരികിട്ടവര് ബാഗിനകത്ത് കയറ്റുകയാണ്. ഇവിടത്തെ വേഷമല്ല പെങ്ങളെ കോളേജുകളിലെ വേഷം. 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളാണ് കഞ്ചാവിനിരയായതായിട്ട് നമുക്കറിയാൻ പറ്റുന്നത്. ഈ കാലഘട്ടത്തിന്റെ പോക്കാ നിലയിലാണ്.